അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മൾ ആലിയ റാബിയ ദിറാസാത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള റെക്കോർഡ് ഡിബേറ്റിലാണുള്ളത്. ഈ ഡിബേറ്റിൻ്റെ വിഷയം ധാർമ്മികതയുമായി മതങ്ങൾക്കുള്ള ബന്ധമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ധാർമ്മികതയും മതവും എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ല മതമില്ലാതെ തന്നെ ധാർമ്മികത നിലനിൽക്കുമോ, അല്ല ധാർമ്മികത ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രിപ്പൊസിഷനും ഒപ്പൊസിഷനും തീരുമാനിക്കാനുണ്ട്. പ്രിപ്പൊസിഷൻ അതായത് മതവും ധാർമ്മികതയും ബന്ധമുണ്ട്, അഥവാ മതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ധാർമ്മികത ഉണ്ടായത്, മതങ്ങളില്ലെങ്കിൽ ധാർമ്മികതയും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ മതവും ധാർമ്മികതയും തമ്മിൽ ബന്ധമില്ല, മതങ്ങളില്ലാതെ തന്നെ ധാർമ്മികത ഉണ്ടാകും, അതൊരു സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാണ്, മതങ്ങൾ നിർമ്മിച്ചതല്ല ധാർമ്മികത എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും 3 മിനിറ്റ് വീതം അവരുടെ ഇൻട്രഡക്ഷൻ പറയാനുള്ള സമയം ഉണ്ടാകും. പിന്നെ ഓപ്പൺ ഡിബേറ്റിൻ്റെ സമയമാണ്. അവസാനം ഒരു 2 മിനിറ്റ് കൺക്ലൂഷനുള്ള സമയം ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ ഡിബേറ്റിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. CIC നമ്പർ 166-75. ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റു സഹസംവാദകരെ, പ്രിയപ്പെട്ട സഹസംവാദകർ, നമ്മളുടെ ധാർമ്മികത, പുരോഗതിയും മതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുമ്പോൾ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവിയായ മനുഷ്യൻ പരസ്പര സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ ധാർമ്മികതയുടെ പ്രാധാന്യം എന്നുള്ളൊരു വളരെ വലുതാണ്. ധാർമ്മികത എന്ന് പറയുന്നത് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധത്തെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ നന്മയേത് തിന്മയേത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. ധാർമ്മിക പുരോഗതിക്ക് മതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. മതവും ധാർമ്മികതയും തമ്മിൽ പരസ്പര പൂരകങ്ങളായി കിടക്കുന്ന 2 സംഭവങ്ങളാണ്. മതത്തിൽ നിന്ന് ധാർമ്മികതയെയോ അതുപോലെ ധാർമ്മികതയിൽ നിന്ന് മതത്തെയോ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കില്ല. അത്തരത്തിൽ കിടക്കുന്ന 2 സംഭവങ്ങളാണ് മതവും ധാർമ്മികതയും എന്നുള്ളത്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ധാർമ്മികത തീരുമാനിക്കുന്നത്, ധാർമ്മികത മാനദണ്ഡമാക്കുന്നത് അല്ലാഹു തആല എന്താണ് പറഞ്ഞിട്ടുള്ളത് അതാണെന്നാണ്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നല്ല മറ്റേത് മതത്തിൽ നോക്കുകയാണെങ്കിലും മനുഷ്യന്മാർ പറയുന്നതല്ല നന്മ തിന്മ എന്നുള്ളത്. അതിന് മനുഷ്യന്മാർക്കുപരി ദൈവം പറയുന്നതാണ് നന്മ, ദൈവം പറയുന്നത് തിന്മ, ആ രീതിയിലാണുള്ളത്. അപ്പോൾ മനുഷ്യനായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ നിലനിർത്തുന്നത് മാനവികതയാണ്. അപ്പോൾ മാനവികത പറയുന്നത് കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ട ഒരു നന്മ തിന്മ, ആ ഒരു സംഭവം ഉണ്ടെങ്കിലാണ് അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കുള്ളൂ. അപ്പോൾ മതമില്ലെങ്കിൽ ധാർമ്മികതയുടെ അല്ലെങ്കിൽ നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മതത്തിൽ നിന്ന് ധാർമ്മികതയുടെ മാനദണ്ഡം എടുക്കുകയും ചെയ്യുക, അതുപോലെ മതമില്ലാതെ ധാർമ്മികത നിലനിൽക്കുകയും ചെയ്യും എന്നുള്ള രീതിയാണ് ഈ മതമില്ലാതെ ധാർമ്മികത നിലനിൽക്കും എന്ന് പറയുന്നവർ പ്രധാനമായിട്ട് വാദിക്കുന്നത്. ഇപ്പോൾ അവരുടെ വാദപ്രകാരം കൃത്യമായിട്ട് വരുന്ന 2-3 കാര്യങ്ങളാണ്. അവർ മാനദണ്ഡമാക്കുന്ന 2-3 കാര്യമാണ്. ഒന്ന് യുക്തി, പിന്നെ അതുപോലെ പൊതുബോധം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ യുക്തിയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ യുക്തി തന്നെ ആവണമെന്നില്ല മറ്റൊരു മനുഷ്യൻ്റെ എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യന് നന്മയായിട്ട് വരുന്ന കാര്യം മറ്റൊരു മനുഷ്യന് നന്മ ആവണമെന്നില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു അബോർഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അബോർഷൻ തെറ്റാണെന്ന് വാദിക്കുമ്പോൾ അപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ അവകാശത്തെ അവിടെ നിഷേധിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അബോർഷൻ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കുക, അപ്പോൾ ആ സ്ത്രീ ഗർഭിണിയായിട്ടുള്ളത് ഒരു വ്യഭിചാരത്തിലൂടെ ആണെങ്കിൽ അപ്പോൾ അവിടെ ആ കുട്ടിയെ പ്രസവിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആ കുട്ടിയെ വളർത്താൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഇതുള്ളതെന്ന് വെച്ചെങ്കിൽ ആ സ്ത്രീയുടെ താല്പര്യം ആ കുട്ടിയെ അബോർഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്ത്രീക്ക് നന്മ അബോർഷൻ ചെയ്യാനാവും. അപ്പോൾ യുക്തി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ധാർമ്മികതയ്ക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. CC നമ്പർ 16688. സാർവലൗകികവും സാർവകാലികവുമായ മതമാണ് ഇസ്ലാം. ഈ ആദർശ പ്രസ്ഥാനത്തിന് യുഗാന്തരങ്ങൾ അതിജീവിച്ച ഒരു മഹത് ഗ്രന്ഥമുണ്ട്, അതാണ് വിശുദ്ധ ഖുർആൻ. ഇവിടെ ധാർമ്മിക പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഈ ഒരു ധാർമ്മികതയെ വീക്ഷിക്കുന്നത് എത്ര മനോഹരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇവിടെ സഹസംവാദകൻ സൂചിപ്പിച്ചു, നാസ്തികർ ഈ ഒരു ധാർമ്മികതയെ കണക്കാക്കുന്ന ഒരു രീതി, അതായത് അവർ ഒന്നാമതായി മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് യുക്തിപരമായിട്ട് ധാർമ്മികതയെ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിലെത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു വശമാണ് സമൂഹത്തിൻ്റെ പൊതുബോധം വെച്ചിട്ട് ധാർമ്മികതയെ നമുക്ക് സമൂഹത്തിലെത്തിക്കുക എന്നുള്ള ഒരു പോയിന്റ്. അതായത് പൊതുജനം അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ധാർമ്മികതയെ കൊണ്ടുവരാന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ അടിമത്തം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അടിമത്തം എന്തായി, ഒരു പ്രശ്നമുള്ള കാര്യം മാറി. അപ്പോൾ ഒരു പൊതുബോധം എന്നുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വിവേചനം അനുഭവപ്പെടുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷമാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിലോ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷം ഉണ്ടാകുന്നത് സംഘപരിവാറിനോടാണ്. അപ്പോൾ പൊതുബോധം എന്നുള്ളത് ഒരിക്കലും എന്താകാൻ പറ്റില്ല, ധാർമ്മികതയെ ഒരു മാനദണ്ഡമാക്കി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മറ്റൊന്നാണ് എക്കണോമിക്കലി ആയിട്ട്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന രീതിയിൽ പോകുന്നത്. അതായത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മേഖല, അതായത് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ മക്കൾക്ക് ശുശ്രൂഷ ചെയ്തു, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊരു മടങ്ങായിക്കൊണ്ട് ആ മക്കൾ വലുതായിട്ട് ആ മാതാപിതാക്കൾക്ക് അതേപോലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു രീതി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ധാർമ്മികത പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കാൻ ഈ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതൊന്നൊക്കെ മനസ്സിലാക്കണത് ഒരിക്കലും ഒരു മതനിരാസ മേഖലയിൽ നിന്ന് ധാർമ്മികതയെ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്നുള്ള ഒരു ചിന്ത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു എക്സ്റ്റേർണൽ മാസ്റ്റർ ബ്രെയിൻ, അതാണ് ഇസ്ലാം മതവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്ന ഏകദൈവമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ജനങ്ങൾക്ക് പറഞ്ഞു വെക്കുന്ന ധാർമ്മികത അവർ കൃത്യമായിട്ട് പുലർത്തി പോരുമ്പോൾ അവിടെയാണ് സമൂഹത്തിൽ ധാർമ്മികതയുടെ പുരോഗമനം ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CIC നമ്പർ 16695. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. ഇസ്ലാമിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സഹസംവാദകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, ഇസ്ലാം എന്നത് കേവലം ഒരു മതം മാത്രമല്ല, അത് ധാർമ്മികതയുടെ ഒരു പൂർണ്ണ രൂപം കൂടിയാണ്. കാരണം ഇസ്ലാം എന്നത് വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലുടനീളം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് വേണ്ട ധാർമ്മികതയും നീതിയും സത്യവും അനീതിയും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പ്രാധാന്യം ധാർമ്മികതയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റായി തോന്നുന്നത് ഇസ്ലാം മതം മാത്രമാണ്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാം മുഴുവനും, ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത് അത് സത്യവും നീതിയും ധാർമ്മികതയും മാത്രമാണ്. അങ്ങനെ എടുത്ത് പറയാൻ കാരണം, നിങ്ങളൊക്കെ ചിലപ്പോൾ വാദിക്കാം ഇവിടെ മതത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇവിടെ മൊറാലിറ്റി നിലനിൽക്കും. പക്ഷേ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ അത്തരത്തിലൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഗുഡ് ഓർ ഇവിൾ, അതായത് നല്ലത് ഏത് ചീത്തത് ഏത് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, കേവലം നമ്മളിങ്ങനെ ഒരു വ്യക്തിയായോ അല്ലെങ്കിൽ ഒരു സമൂഹമായോ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വ്യക്തിഗത കടന്നു വരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത്
മതം ബേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിക്കുന്നു, നമ്മളത് അനുസരിക്കുന്നു, അതിൽ ധാർമ്മികതയുണ്ട്, അതിൽ നീതിയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അത്തരത്തിലൊരു പ്രവൃത്തി നടത്തുമ്പോൾ അതിൽ മറ്റൊരാളുടെ ഇടപെടലില്ല, മറ്റൊരാളുടെ ചിന്ത വരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ നിങ്ങൾ വാദിക്കുന്നത് പോലെ ധാർമ്മികതക്ക് മതം വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം നിഷ്കർഷിക്കുമ്പോൾ അതിൽ പലപ്പോഴും അത് റിലേറ്റീവായി മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രധാനമായും എടുത്തു നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ മതമില്ലാതെ ഇവിടെ ധാർമ്മികത നിലനിൽക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മതമില്ലാതെ ചിലപ്പോൾ ചിലയിടത്തും ധാർമ്മികത ഉണ്ടായേക്കാം. പക്ഷേ അതൊരിക്കലും ദിശയുള്ളതല്ല, സ്ഥിരതയല്ല, അതുപോലെ പൂർണ്ണമല്ല. അതിന് ഒരു പൂർണ്ണ ശക്തിയുള്ള അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരിയായ ഒരു ശക്തിയുടെ ഒരു പിൻബലം വേണം. അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ബേസിൽ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ കൃത്യമായ ഒരു അടിത്തറയുണ്ടാകുന്നു. അതിലൂടെ ധാർമ്മികത അല്ലെങ്കിൽ നീതിയൊക്കെ ഇവിടെ സമൂഹത്തിൽ പുലരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ലോറൻസ് ക്രോസ്, അദ്ദേഹം ഇൻസിസ്റ്റ് സെക്സിനെ കുറിച്ച് പറഞ്ഞത് കേവലം ഗർഭനിരോധന മാർഗത്തിലൂടെ നമുക്ക് ഇൻസിസ്റ്റ് സെക്സ് തുടരാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് ചിന്തകൾ ഓരോ വ്യക്തികളും കൊണ്ടുവരുമ്പോൾ അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നു. ചിലവർ പറയുന്നു അത് നല്ലതാണ്, കെട്ടതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മതത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നത്. അപ്പോൾ തുടർന്ന് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. CIC നമ്പർ 16346. ഇവിടെ ഇസ്ലാമും ധാർമ്മിക പുരോഗതിയും ബന്ധമില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ വിഭാഗം സംസാരിക്കുന്നത്. ആദ്യമായി തന്നെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ധാർമ്മികതയെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഗുഡ് ബാഡ്, നല്ലത് ചീത്തയെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ഈ ഞങ്ങൾ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ധാർമ്മിക തത്വങ്ങൾ മതത്തിൽ നിന്നല്ല, മറിച്ച് നന്മ എന്നുള്ള ഒരു മാനുഷിക പൊതുബോധത്തിൽ നിന്നാണ് ധാർമ്മികത രൂപപ്പെടുന്നത്. ഇവിടെ മതമില്ലാത്തവരും മതമുള്ളവരുമുണ്ട്. അപ്പോൾ ഇവരിവിടെ വാദിക്കുന്നത് മതമുള്ളവർക്ക് ധാർമ്മികത രൂപപ്പെടുള്ളൂ എന്നാണ്. എന്നാൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന കാൽഭാഗം ആൾക്കാരും മതമില്ലാത്തവരാണ്. അവരിലും ഈ പരസ്പര അനുകമ്പയും സഹാനുഭൂതികളും രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നുള്ളത് നന്മ എന്നുള്ള ഒരു മാനുഷിക പൊതുബോധമാണല്ലോ. അപ്പോൾ ഇന്നിവിടെ ജീവിക്കുന്ന ഒരുപാട് മതമില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ അടിത്തറയിടാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഘടിത മതത്തിന് മുമ്പ് തന്നെ ആദിമ മനുഷ്യർക്കിടയിൽ തന്നെ ധാർമ്മിക ഗുണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മനുഷ്യനോട് അടുപ്പമുള്ള ചിമ്പാൻസിനുകൾ, അതുപോലെ തന്നെ ഡോൾഫിനുകൾ തുടങ്ങിയ ഈ സാമൂഹിക മൃഗങ്ങളുണ്ടല്ലോ, അവരിലൊക്കെ ധാർമ്മികത രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് എങ്ങനെ വെച്ചാൽ തൻ്റെ അടുപ്പമുള്ളവരുടെ ചികിത്സിക്കുക, അല്ലെങ്കിൽ അവരെ ശത്രുക്കളെ എതിർക്കുക, ഭക്ഷണം നൽകുക, ഈ ഒരു രൂപത്തിൽ മതത്തിൻ്റെ സഹായമില്ലാതെ തന്നെ സാമൂഹിക ജീവികൾക്ക് തന്നെ ഒരു ധാർമ്മികത രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും മതത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ എന്തിനെ അടിവരയിടുന്നതാണെന്ന് വെച്ചാൽ സാമൂഹിക അവബോധത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നുള്ളതാണ് ഈ ആധുനിക കാലത്തിൽ നോക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ കാന്റ്, ജോൺ സ്റ്റുവർട്ട് മിൽ, പീറ്റർ സിംഗർ തുടങ്ങിയ തത്വചിന്തകന്മാരായ ആളുകൾ മതപരമായ അതോറിറ്റിയെ ആശ്രയിക്കാതെ തന്നെ യുക്തിയും അനുകമ്പയും തർക്കശാസ്ത്രപരമായിട്ടും പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആധുനിക സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് മതത്തിൻ്റെ ആവശ്യമില്ലെന്ന് സ്ഥിരീകരിച്ച് തന്നെയാണ് അവർ ഈ ഒരു ലോകത്ത് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ മതത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ധാർമ്മികത രൂപപ്പെടുത്താൻ സഹായിക്കുമെന്നാണ്. അപ്പോൾ തുടർന്നുള്ള സംവാദങ്ങളിൽ ഇതിനെ അടിവരറ്റ് തന്നെ സംസാരിക്കും. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മതം ധാർമ്മികതയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണോ അല്ലയോ എന്നുള്ളത്. CIC നമ്പർ 164/78. മതം മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്ക് ആവശ്യമാണോ വേണ്ടയോ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വാദിക്കുന്നത്
മതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞു നോക്കാം, ഒരിക്കലും ഈ ധാർമ്മികതയുടെ റൂട്ട് കിടക്കുന്നത് അതൊരിക്കലും ഒരു മതത്തിലും അല്ല, ഇസ്ലാമിലും അല്ല. ഇസ്ലാമും അതുപോലുള്ള ഓരോ മതങ്ങളും ധാർമ്മികതയുടെ വളർച്ചയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നഗ്നമായ സത്യമാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ വാദിക്കുന്നത് പോലെ മതമില്ലെങ്കിൽ ഈ ലോകത്ത് മൊറാലിറ്റി ഉണ്ടാവില്ല എന്നൊരു കാര്യം ഞങ്ങൾ അംഗീകരിച്ച് തരുന്നതല്ല. പിന്നെ നിങ്ങളിവിടെ ലോജിക്കിനെ കുറേ പറഞ്ഞത് കേട്ടു. ലോജിക്ക് ശരിയല്ല, ലോജിക്ക് വെക്കുവാണെങ്കിൽ അത് സബ്ജക്റ്റീവ് ആവുമെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യത്തിന് ഉത്തരം പറയണം. എങ്ങനെയാണ് ഈ ഖുർആനിൽ നിന്നുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഏത് വഴിയാണ് നിങ്ങൾ കണ്ടെത്തിയെന്ന് പറയണം. റെവലേഷൻ ഇറങ്ങുന്നത്, വഹി ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരാൾക്കും വഹി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത് ലോജിക്ക് വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഈ തെറ്റിക്കുന്ന ഈ ലോജിക്ക്, അവരുടെ ലോജിക്ക്, ഇത് രണ്ടും മനുഷ്യന്മാരുടെ ലോജിക്കിനാണ് നിങ്ങൾ പ്രശ്നമാക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വലിയ പ്രൗഡിൽ വാദിക്കുന്നുണ്ട്, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ ധാർമ്മികതയാണ് ഏറ്റവും വലുതെന്നുള്ളത്. ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആക്സിഡൻ്റലി ആണ് നമ്മൾ ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നിട്ടുള്ളത്. ഇപ്പം ഞാനും ഇപ്പം എൻ്റെ കൂടെയുള്ളവരും സഹസമ്പാദരും ആരാണെങ്കിലും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറക്കേണ്ടവരാവാം, അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ പിറക്കേണ്ടവരാം, അല്ലെങ്കിൽ നാസ്തികൻ്റെ മകനായിട്ട് പിറക്കേണ്ടവരാവും. പക്ഷേ ആക്സിഡൻ്റലി നമ്മൾ ഇസ്ലാം അനുഭവിക്കുന്ന പേരൻസിൽ അവരുടെ ചൈൽഡായിട്ട് ജനിച്ചു. എന്നിട്ട് നമ്മളപ്പോൾ പറയുന്നു ഇസ്ലാം വലിയ ഇതാണ്. ഇനി നമ്മൾ ഹിന്ദു ആയിട്ട് ജനിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഹിന്ദുത്വത്തിൻ്റെ ധാർമ്മികതയാണ് വലുത്. അപ്പോൾ ഓരോ മതത്തിൻ്റെ സബ്ജക്റ്റീവായ ധാർമ്മികത വെച്ചിട്ട് നമ്മളിപ്പോൾ പറയുന്നു ഇസ്ലാമിൻ്റെ ധാർമ്മികതയാണ് അത് പരമോന്നത ധാർമ്മികത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CS നമ്പർ 16662. ഇപ്പോൾ സഹസംവാദകർ ധാർമ്മികത മതത്തിന് അനിവാര്യമാണെന്ന നിലയിൽ അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എതിർത്തുള്ള വാദമാണ് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഹൃത്ത് ഇവിടെ വാദിച്ചു ഇസ്ലാമാണ്, അല്ലെങ്കിൽ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന മതം ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് മൊറാലിറ്റി ഉണ്ടായത് എന്നുള്ള നിലക്കുള്ള സംസാരമാണ് എതിർവശത്ത് നിന്ന് വന്നത്. നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തിയും അല്ലെങ്കിൽ ഒരു മതമില്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നോക്കേണ്ട അനിവാര്യമാണ്. ഇസ്ലാമാണ് ധാർമ്മികത കൊണ്ടുവന്നത് എങ്കിൽ അല്ലെങ്കിൽ എത്തിസ്റ്റുകളായ വ്യക്തികൾക്ക് ധാർമ്മികത കാണാൻ പാടുള്ളതല്ല. കാരണം ഇസ്ലാമാണല്ലോ കൊടുക്കുന്നത്. ആ ഒരു നിലക്ക് നോക്കുകയെന്ന് വെച്ചാൽ എത്തിസ്റ്റുകൾക്ക് ധാർമ്മികത കാണാൻ പാടില്ല. പക്ഷേ എത്തിസ്റ്റുകൾക്കും ധാർമ്മികത ഉണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്ന അതാണ്. സുക്കർമാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ 2009 ഇറങ്ങിയ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഒരു മതവിശ്വാസിയും ഒരു മതവിശ്വാസിയും അതുപോലെ തന്നെ എത്തിസ്റ്റും തമ്മിൽ ധാർമ്മികപരമായിട്ട് യാതൊരു വ്യത്യാസമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്. അതായത് രണ്ടു പേർക്കും സോഷ്യൽ ബിഹേവിയർ, പിന്നെ ഹോണസ്റ്റി പോലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ രണ്ടു പേർക്കും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മതം കൊണ്ടുവന്ന കാര്യമാണെന്ന് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു മതമാണ് ഈ ധാർമ്മികത സമൂഹത്തിലേക്ക് ഇൻബിൽഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഈ ഒരു എത്തിസ്റ്റുകളായ അല്ലെങ്കിൽ മതം വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് ഉണ്ടാവരുതെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് ഇനി നമ്മൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ നോക്കേണ്ടതുണ്ട്. ഒരു മതം മനുഷ്യന് മാത്രമാണല്ലോ മതമുള്ളത്, മൃഗങ്ങൾക്ക് മതമില്ല നമുക്കറിയാം. അപ്പോൾ ഒരു മനുഷ്യന് ധാർമ്മികത ഉണ്ടെങ്കിൽ നമുക്ക് മതത്തിൻ്റെ ഒരു ഇതാണെന്നും പറയാം, ഇത് മനുഷ്യന് മാത്രമാണെങ്കിൽ. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ജി വാൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം മനുഷ്യനും മൃഗവും അല്ലെങ്കിൽ മൃഗങ്ങൾ തമ്മിലുള്ള ധാർമ്മികത നോക്കുന്നുണ്ട്. ആ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് മനുഷ്യനുള്ള പോലെ തന്നെ മൃഗങ്ങൾക്കും ധാർമ്മികത ഉണ്ട്. അതായത് കോപ്പറേഷൻ, എമ്പതി,
പോലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മൃഗങ്ങളിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മതത്തിൻ്റെ സ്വാധീനത്തിലാണ് ധാർമ്മികത വളർന്നു എന്ന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു മൃഗങ്ങൾക്ക് ധാർമ്മികത കിട്ടി, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ധാർമ്മികത കിട്ടാൻ ഉതകുന്ന രീതിയിൽ മതങ്ങൾ അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഓപ്പൺ ഡിബേറ്റിൻ്റെ സമയമാണ്. നിലവിൽ നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത് ഈ പക്ഷം പറഞ്ഞത് മതമല്ലെങ്കിൽ പിന്നെ ധാർമ്മികത തീരുമാനിക്കുന്നത് എന്താണ്, അത് യുക്തിയാണോ പൊതുബോധമാണോ എന്താണ്? അങ്ങനെയെങ്കിൽ യുക്തി ബേസ് ചെയ്തിട്ട് ധാർമ്മികത തീരുമാനിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്, പൊതുബോധം ബേസ് ചെയ്തിട്ട് തീരുമാനിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മതമല്ലെങ്കിൽ ധാർമ്മികത നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ ഒരു അളവുകോല് വേറെ ഇല്ലാതെ വരും എന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞത് മതം ഇല്ലാത്ത ആളുകൾക്കിടയിലും ധാർമ്മികതയുണ്ട്. ഇപ്പം മൃഗങ്ങൾക്കിടയിൽ ധാർമ്മികതയുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ വ്യത്യസ്ത മതങ്ങളുണ്ട്. ഈ ഓരോ മതത്തിനും ഓരോ ധാർമ്മികതയുണ്ട്. അപ്പോൾ മതമില്ലാതെ തന്നെ ആധുനിക ലോകത്ത് ധാർമ്മികത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മതങ്ങളുടെ ആവശ്യമില്ല, ധാർമ്മികതയ്ക്ക് ഇസ്ലാം മതവും ധാർമ്മികതയുമായി ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഓപ്പൺ ഡിബേറ്റിൻ്റെ സമയമാണ്. ആർക്കും എങ്ങനെയും ചോദിക്കാം, മറുചോദ്യങ്ങൾ ഉന്നയിക്കാം, മറുപടി പറയാം. സഹസംവാദകർ സൂചിപ്പിച്ചു ജീവികൾക്കും മറ്റൊക്കെ ധാർമ്മികത മൂല്യങ്ങളുണ്ട് എന്നൊക്കെ. ഇവിടെ ജീവികൾക്ക് ഒരിക്കലും ധാർമ്മികതയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ ബുദ്ധിയില്ലാത്ത ജീവികൾ, നമ്മൾ മനുഷ്യരെ ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ബുദ്ധിയും തിരിച്ചറിവൊക്കെയാണ്. അപ്പോൾ ഈ മൃഗങ്ങളിൽ ഇത്തരത്തിലുള്ള തിരിച്ചറിവൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു നാട്ടിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി ആ നാട്ടിലെ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്താണ് പൊതു സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങളിവിടെ വാദിക്കുന്നത് ധാർമ്മികത, അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഞങ്ങൾ ഒരു മാനദണ്ഡം വെക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധ ഖുർആനാണ്. അതായത് ഒരു ബേസ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ധാർമ്മികതയെ നിങ്ങൾ എങ്ങനെ മാനദണ്ഡമാക്കുന്നു? അതായത് യുക്തി കൊണ്ടാണോ പൊതുബോധം കൊണ്ടാണോ, ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ധാർമ്മികതയെ ബേസാക്കുന്നത്, എന്ത് വെച്ചിട്ടാണ് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ നന്നായി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആനിമൽസിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞത് അത് എവല്യൂഷണറി തെളിവ് നടത്താൻ വേണ്ടി മാത്രമാണ്. അതായത് മനുഷ്യനിൽ ധാർമ്മികതയുണ്ട്, അത് ഇന്നേറ്റ് എബിലിറ്റിയാണ് മനുഷ്യൻ്റെതുള്ളത്. അതിന് എവല്യൂഷണറി ട്രെയ്റ്റ് അല്ലെങ്കിൽ എവല്യൂഷണറി എവിഡൻസ് ആയിട്ട് അനിമൽസിലുണ്ട്. അനിമൽസും നമ്മളൊരു ഓർഗനാണ്. അപ്പോൾ അവരിൽ പ്രോട്ടോ മോറൽ ബിഹേവിയറിലുണ്ട്. നമ്മളിലുള്ളത് പോസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയ മോറൽ ബിഹേവിയറാണ് നമ്മൾക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബുദ്ധിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു ധാർമ്മികതയുടെ റൂട്ട് ബയോളജിക്കൽ റൂട്ട് തന്നെയാണ്. നമ്മളിലുള്ള വെൻട്രോമീഡിയൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഇതാണ് മോറൽ ജഡ്ജ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെന്ന് പറഞ്ഞ് തെളിയിക്കണമെങ്കിൽ തെളിയിക്കാം. ആ ഒരു പാർട്ടാണ് നമ്മളെ മോറൽ ജഡ്ജ്മെൻറ്റിന് സഹായിക്കുന്നത്. ഈ ഒരു പാർട്ടില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഏത് മതവും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് അതോറിറ്റി, ഏത് എൻറ്റിറ്റി, ഏതൊരു ഫേം ആവട്ടെ, ആര് വന്നാലും ഒരു തരത്തിലും ധാർമ്മികത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ബുദ്ധി ഇല്ലാത്തവൻ്റെ കാര്യം പറഞ്ഞു. ബുദ്ധി ഇപ്പോൾ ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, മെമ്മറിക്കുള്ള കപ്പാസിറ്റി ഉണ്ടാവും, എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരു ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരുത്തന് ഒരിക്കലും എന്തുണ്ടാവാൻ പറ്റില്ല, അവന് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ധാർമ്മികത എന്നുള്ള ഇന്നേറ്റ് ട്രെയ്റ്റ് ഉള്ള ഇന്നേറ്റ് ട്രെയ്റ്റ് ഒരാളില്ലെങ്കിൽ അവന് ധാർമ്മികത ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ധാർമ്മികതയിൽ മതങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഞങ്ങൾ പറയുന്നു. പക്ഷേ ഒരിക്കലും മതമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് ഇന്ന് ധാർമ്മികത നിലനിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വാദം ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത്
മറ്റേ മൃഗങ്ങളെ വിഷയം പറഞ്ഞല്ലോ, ഇടയ്ക്ക് മൃഗങ്ങൾക്ക് ധാർമ്മികത ഉണ്ടോ എന്നുള്ള ചർച്ച നമ്മളിവിടെ നടത്തേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം അത് ആർക്കാണ് റെഡിക്ക് വേണ്ടത്? അതായത് നമ്മൾ മനുഷ്യർ, ഞാൻ പറയട്ടെ, നമ്മള് മനുഷ്യര്, ഞാൻ ഒന്ന് മുഴുവനാക്കട്ടെ, നമ്മള് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർ പരസ്പരം ഇവിടെ ബുദ്ധിയുള്ളവരായിട്ടാണ് ജീവിക്കുന്നത്. അതേപോലെ ഒരു വർഗം ഇവിടെ ജീവിക്കുന്നില്ല. അപ്പോൾ മൃഗങ്ങൾക്ക് ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. മൃഗങ്ങളിൽ ധാർമ്മികത, ഷെയറിങ്, അതുപോലെ അതുണ്ടാവും കോമൺ ആയിട്ട്. അത് ഷെയറിങ് എന്ന് പറയുന്നത് ഒരു മൃഗം ഒരു മൃഗത്തിന് ഒരമ്മ ഒരു കുട്ടിക്കോ അതിൻ്റെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സ്വാഭാവിക പ്രക്രിയ അവിടെ നടക്കും. എന്ന് വെച്ച് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യാൻ മൃഗങ്ങളെ കൊണ്ട് സാധിക്കില്ല. കാരണം ഈ ധാർമ്മികത, നീതി, സത്യം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കിടയിലാണ് നടക്കുന്നത്? അത് ബുദ്ധിയുള്ള ഈ നമ്മളെ പോലുള്ള വർഗങ്ങൾക്കിടയിൽ മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ മനുഷ്യവർഗത്തെ എടുത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഇസ്ലാം മതത്തിൽ ധാർമ്മികത പറയുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമല്ല. അതായത് യുക്തിവാദികൾ ഇവിടെ കുറേ ധാർമ്മികതയുള്ള കുറേ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരിവിടെ സത്യം വിളിച്ച് പറയുന്നവരുണ്ട്, അവിടെ നീതി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പറയുമ്പോൾ മൃഗങ്ങളായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ആദ്യമേ പറഞ്ഞു, മൃഗങ്ങളുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവല്യൂഷണറി ആ ഒരു തെളിവ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് മൃഗങ്ങളിൽ. അതായത് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു പ്ലേറ്റ് ബിരിയാണി കൊടുന്ന് വെച്ചു. ആ ബിരിയാണി ഒരാൾ പറഞ്ഞു അത് കഴിക്കുക പറഞ്ഞു, ഒരാൾ പറഞ്ഞു അത് കളയാ പറഞ്ഞു. നിങ്ങൾ എന്ത് ബേസിലാണ് ഇതിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക? ഫുഡ് എന്നുള്ള ബേസിൽ ഫുഡ് ഇപ്പോൾ പലയിടത്തേക്കും പല അഭിപ്രായം ഉണ്ടാവില്ല. ഒരാളെ വ്യക്തി ചിന്തയ്ക്ക് അനുസരിച്ച് അയാളുടെ ധാർമ്മികത ആ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ മറ്റാളൊരു ചിന്തന്റെ അഭിപ്രായത്തിൽ അയാൾ പറയുന്നു ആ ഫുഡ് വേസ്റ്റ് ഓരോ വ്യക്തിക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ആ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ധാർമ്മികതയാവും. എന്നാ ഞാൻ പറയട്ടെ, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്. നോർത്ത് അമേരിക്കയിൽ മതങ്ങളില്ല, സൗത്ത് അമേരിക്കയിൽ മതങ്ങളുണ്ട്. അവിടെ മുസ്ലിം ഉണ്ട്, ഹിന്ദു, ഏത് മതമുണ്ട്. ആ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആൾക്കാർ ജീവിക്കുന്നത്, കൊലയില്ല, തെഫ്റ്റ് ഇല്ല, റേപ്പ് ഇല്ല, അതുപോലെ ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്ന എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ പോലത്തെ രാജ്യങ്ങളിൽ ഇന്ന് മര്യാദയ്ക്ക് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മതങ്ങളില്ല. ഞങ്ങൾ ബേസ് ചെയ്യുന്ന അതാണ്. അവിടെ ഞങ്ങൾ തെളിവ് കാണിക്കുകയാണ്, ആൾക്കാർ അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തെളിവ്. നിങ്ങൾ പറഞ്ഞ പോലെ മതമില്ലാതെ ഇവിടെ ധാർമ്മികത നിലനിൽക്കുന്നു നിങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ UNODCയുടെ 2024 ഒരു കുറ്റകൃത്യ ഡാറ്റ എടുത്ത് പരിശോധിക്കുമ്പോൾ, അതായത് മുസ്ലിം രാജ്യങ്ങളൊന്ന് ആദ്യം എടുത്ത് പരിശോധിക്കുമ്പോൾ സൗദി അറേബ്യയിലെ കുറ്റകൃത്യ നിരക്ക് എന്ന് പറയുന്നത് 0.9% ആണ്. എന്നാൽ ഇത് ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ 1.0, പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ 3.8. എന്നാൽ നിങ്ങൾ വാദിക്കുന്നത് പോലെ കുറച്ച് ലിബറലായ, അതായത് മതത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത, മതം ആവശ്യമില്ല എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, അമേരിക്കയിൽ എടുത്ത് നോക്കുമ്പോൾ 6.3%, അതുപോലെ ബ്രസീൽ 22.0. അപ്പോൾ ഈ കണക്കുകളൊക്കെ തെളിയിക്കുന്നത് എന്താണ്? മതത്തിൻ്റെ ബേസ് ഉണ്ടാവുന്നതിലൂടെ ധാർമ്മികതയിൽ ഒട്ടും കുറവല്ല, അതിലൊട്ടും തുല്യത അല്ല വരുത്തുന്നത്. അതായത് മതം വരുന്നതിലൂടെ ഒരു ധാർമ്മികതക്ക് അതിലുള്ള ഏറ്റക്കുറച്ചിൽ കൂടുതൽ മാത്രമാണ് അതിലുണ്ടാവുന്നത്. അപ്പോൾ കുറ്റകൃത്യ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മതം ഉള്ളിടത്ത് ധാർമ്മികത തീർച്ചയായും ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ 2 കൺട്രീസ് എടുത്ത് പരിശോധിച്ച് നോക്കൂ, എവിടെയാണ് ധാർമ്മികത കൂടുതൽ വരുന്നത്? അതായത് ഇസ്ലാം ബന്ധപ്പെടുത്താത്ത ഒരു മേഖലയും ധാർമ്മികതയിലില്ല എന്നുള്ളതാണ്. അതായത് വ്യക്തിപരമായിട്ട് ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, സാമൂഹികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, കുടുംബപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു. ഉദാഹരണം പറയാം, ഖുർആനിൽ നീതിയും ന്യായത്തെ പറ്റി പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി, സത്യസന്ധത വിശ്വാസത്തെയും കുറിച്ച് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ തുടങ്ങി ഇനി ആണെങ്കിൽ ചോദിച്ച ഇഷ്ടമായി തരാം. ഇത്തരത്തിൽ എല്ലാ മേഖലയും ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ മൈന്യൂട്ടായ ഏത് മേഖലയും സ്പർശിക്കേണ്ട ഓരോ ധാർമ്മികതയും, നീതി ആവട്ടെ, സത്യസന്ധത ആവട്ടെ, തുടങ്ങി ഏത് കാര്യത്തെയും കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പോൾ ഈ ബേസിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആവശ്യമില്ല ധാർമ്മികത ഇവിടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എവിടെയെങ്കിലും കുറച്ച് ആളുകൾ കുറച്ച് സഹായം നൽകുന്നുണ്ട്, കുറച്ച് ധാർമ്മികത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതി അതൊരിക്കലും പരിപൂർണമല്ല, അതൊരിക്കലും ശാശ്വതമല്ല. അതിനൊരു മതത്തിൻ്റെ ബേസ് വേണം, അല്ലെങ്കിൽ കൃത്യമായൊരു അടിത്തറ ഉണ്ടാവണം എന്ന് തുടക്കത്തിലൂടെ പറഞ്ഞു വെച്ചു. ഇവിടെ കുറച്ച് കണക്കുകൾ തന്ന് പൊരിപ്പിച്ച് മറ്റേ വാദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നൊരു
ഇവിടെ കണ്ടത്. അപ്പോൾ ആ രീതി സംസാരിക്കുമ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ വിവിധ മുസ്ലിം രാജ്യങ്ങളിലെ ധാർമ്മികത തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ഒരു തെളിവായിട്ട് കണ്ടുപിടിച്ചത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന 2024 പുറത്തിറക്കിയ CPI എന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ പ്രകാരം പല ഇസ്ലാമിക രാജ്യങ്ങളിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം, ലിംഗവിവേചനം തുടങ്ങിയ കാര്യങ്ങൾ ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ മറ്റേ 2.0 അല്ലെങ്കിൽ 1% എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മളെ പട്ടിക അതായത് 2024, 2023, 2025 ഈ ഒരു വർഷങ്ങൾ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നോർഡിക് രാജ്യങ്ങളായ ഒരുപാട് രാജ്യങ്ങളിൽ ഉയർന്ന ജന നിലവാരം ഉയർത്തുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഈ മുസ്ലിം രാജ്യങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ പറ്റും അവിടെയൊക്കെ ഈ സൂസൈഡ് പോലുള്ള ആത്മഹത്യ നിരക്ക് കൂടുതലാണെന്ന്. അത് നമ്മൾ ധാർമ്മികരായിട്ടൊന്നുമില്ല, അവിടെ റിവലേഷനിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എവല്യൂഷൻ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ റിപ്പോർട്ടിലൊക്കെ അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മറുവശത്തും പറയാനുണ്ടെന്ന് പറയണം. രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നോർഡിക് രാജ്യങ്ങളായ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, അതുപോലെ തന്നെ പറയട്ടെ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ. അത് നിങ്ങൾ വാദിക്കാനുണ്ടാവും ഏത് ആത്മഹത്യ നിരക്ക് കൂടുതലാണ്. മറ്റേ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളൊന്നും മതത്തിന്റെ സ്വാധീനം ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഭൂരിഭാഗം അവിടെ മതമില്ലാത്തവരാണ്. മതത്തിന്റെ സ്വാധീനം രാജ്യത്തുണ്ടല്ലോ. മതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങളായ അവിടെയുള്ള മതത്തിന്റെ സ്വാധീനം എന്താ പറയാൻ പറ്റുമോ? അതായത് ഫിൻലാൻഡിലേക്ക് എടുത്ത് പറഞ്ഞു, അതായത് നിങ്ങൾ ഒരു വശം മാത്രം എടുത്ത് പരിശോധിച്ചാണ്, മറ്റൊരു വശത്ത് എടുത്ത് നോക്കുമ്പോൾ സൂയിസൈഡ് റേറ്റ് കുറഞ്ഞ. സൂയിസൈഡ് ഒരിക്കലും മൊറാലിറ്റി അല്ല. അത് ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ അതിന് കൃത്യമായ ഒരു പരിഹാരമുണ്ട്. ഇസ്ലാമിൽ അതായത് സൂയിസൈഡ് ഹറാമാണെന്ന് കൽപ്പിക്കുന്ന ഏക മതം ഇസ്ലാം മാത്രമാണല്ലോ. അതാണ് ധാർമ്മികത എന്ന് തുടക്കത്തിൽ പറഞ്ഞു. അല്ലല്ല, സൂയിസൈഡ് ഓരോരുത്തർക്ക് റിലേറ്റഡ് ആയിട്ട്. അതന്നെ നിങ്ങൾ വിഷയത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ വാദം ഇപ്പൊ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിൽ നിന്നാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നല്ല പറഞ്ഞത്. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാളുണ്ടാവും, അവിടെ രണ്ടാളുടെ കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കണക്ഷൻ മാത്രമേ ഉണ്ടാവൂ. അവിടെ സൂയിസൈഡ് ഒരാൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയ സൈക്കോപാത്ത് അല്ലാത്ത ഒരാൾ ഒരിക്കലും പോയി സൂയിസൈഡ് ചെയ്യില്ല. അയാൾ മൊറാലിറ്റിയെ കണക്കാക്കണ മാനദണ്ഡം ആദ്യം വിശദീകരിക്കും. മൊറാലിറ്റിയെ കണക്കാക്കുന്ന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ നോർഡിക് കൺട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 3 കൺട്രിയുടെ പേര് പറഞ്ഞാൽ ആ നോർഡിക് കൺട്രി എന്ന് പറയുന്ന 3 കൺട്രീസ് മാത്രമല്ല, അവിടെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇനി നോർത്ത് അമേരിക്ക അതൊരു കൺട്രിയാണ്. മതങ്ങളില്ലാത്ത കൺട്രീസ് കൂടിക്കൊണ്ടേ വരികയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ മര്യാദക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടുത്തെ അളവുകോലും മാനദണ്ഡവും. അവിടെ കൊണ്ടുവരുന്ന മോറൽ സിസ്റ്റമായ മറ്റേ യൂട്ടിലിറ്റേറിയനിസം, ആ ഒരു ഇസം, അങ്ങനത്തെ ഒരുപാട് ഇസങ്ങളുണ്ട്. ആ ഇസങ്ങളാണ് അവർ മോറൽ സിസ്റ്റമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഇസങ്ങൾക്ക് കീഴിൽ അവർ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. ഇനി ഇസ്ലാം രാജ്യത്തിൻ്റെ വലിയ ഒരു പ്രൗഡായിട്ട് നിങ്ങൾ പറഞ്ഞു, ഇസ്ലാമിക് രാജ്യങ്ങളിൽ അവിടെ ശിക്ഷ വളരെ കഠിനമാണ്. അതാണ് ആൾക്കാർ ക്രൈമിലോട്ട് ഇറങ്ങാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഇപ്പോൾ ഒരു മലയാളി പോയി ചെയ്താലും അവിടുത്തെ ആൾ പോയി ചെയ്താലും തല പോകുമെന്നുള്ള അത്രയും വലിയ ശിക്ഷയാണ് അവിടുത്തെ പിടിച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ നിയമങ്ങൾ പേടിച്ചുകൊണ്ടാണോ മുസ്ലിങ്ങൾ ഇങ്ങനെ ധാർമ്മികത അല്ലെങ്കിൽ നീതികൾ പുലർത്തുന്നത്? അതായത് ഭയം കൊണ്ടല്ല, ഞാൻ പറയട്ടെ, ഭയം എന്നുള്ള ഒരു കാര്യം കൊണ്ടല്ല ഇസ്ലാമിൽ വിശ്വാസികൾ അത്തരത്തിലൊരു കാര്യം ചെയ്തത്. അതായത് ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമിന് ഭയമില്ല എന്ന് തീരെ പറയുന്നില്ല. അതായത് സൃഷ്ടാവിനോട് ഉള്ള ഭയം പ്ലസ് സ്നേഹം പ്ലസ് ഈ നമ്മളെ പൊതുബോധത്തോടുള്ള സൃഷ്ടാവിനോടുള്ള ഭയം. എന്തുകൊണ്ട് അവിടെയുള്ള വലിയ മറ്റേ രാജാവിന്റെ ഭാര്യമാര് ഹിജാബ് ഇടുന്നില്ല? അതെന്താ സൃഷ്ടാവിന്റെ ഭയം? നമ്മുടെ ചർച്ചകൾ വളച്ചൊടിക്കാണ്. ഇവിടെ പറയുക ഇസ്ലാമാണ്. അറബ് രാജ്യങ്ങളോ അവിടുത്തെ ഭരണാധികാരികളോ അല്ല നമ്മുടെ വിഷയം. ഞാൻ പറയട്ടെ, നിങ്ങൾ വിഷയത്തെ പിന്നെ വളച്ചൊടിക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു മൊറാലിറ്റിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സിസ്റ്റത്തിന് പറഞ്ഞു അവിടെയുള്ള ആൾക്കാർ. ഞാൻ ഇവിടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മൊറാലിറ്റി അങ്ങനെ മാറി കളിക്കുന്നു. അപ്പൊ അതിനൊരു കൃത്യമായ ഇസ്ലാമിലെ മൊറാലിറ്റി ഒബ്ജക്റ്റീവാണ് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ
ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെ അത് അവിടെ പട്ടിണി കൂടിയപ്പം കളവ് അനുവദിച്ചു കൊടുത്തു. കക്കുന്നവന് നല്ലതും കക്കപ്പെടുന്നവൻ അത് മോശമാണ്. അത് സബ്ജക്റ്റീവ് അല്ലേ? അതെ, അതുകൊണ്ട് അപ്പൊ ഇപ്പൊ സബ്ജക്റ്റീവ് ഇല്ല അവിടുത്തെ മൊറാലിറ്റി. ബാക്കി പറയും. അവിടുത്തെ മൊറാലിറ്റി സബ്ജക്റ്റീവ് അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞോ ഇസ്ലാമിന്റെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എവിടെ? ഇസ്ലാമിന്റെ എന്താ അമീറായ ഖലീഫയായ ഏറ്റവും പരമോന്നതായ നബി കഴിഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിന് ഉമർ റളിയല്ലാഹുവിനാണ് ഈ നിയമം ആക്കി കൊടുത്തത്. ആ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞ നിയമം എന്താണ്? അത് കക്കാന്നുള്ളതാണ്. അതായത് ഇസ്ലാമിലെ നിയമവ്യവസ്ഥ ഇതെടുത്ത് നോക്കുമ്പോ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തിൽ അത് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഓരോ കാലത്ത് റിന്യൂ ചെയ്യും. സബ്ജക്റ്റീവ് ആവും, കാലഘട്ടത്തിനോട് സബ്ജക്റ്റീവ് ആവും. നിങ്ങൾ പറയുന്ന ഇപ്പൊ നിങ്ങൾ പറയും നമ്മൾ പറയുന്ന മൊറാലിറ്റി അത് ഹ്യൂമൻ സബ്ജക്റ്റീവ് പറയും, ആൾക്കാർ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോണ്ടല്ലോ അള്ളാഹു താലാന്റെ സബ്ജക്റ്റിവിറ്റി, കാലത്തിന്റെ സബ്ജക്റ്റിവിറ്റി അതും പറഞ്ഞ് നമ്മുടെ ഹ്യൂമന്റെ ആ സബ്ജക്റ്റിവിറ്റി നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. നൂഹ് നബിയുടെ മറ്റേ സമൂഹത്തിനെ എടുത്തു മറിച്ചിട്ട്, ലൂത്ത് നബിയുടെ മറിച്ചിട്ട്, അങ്ങനത്തെ ഓരോ സമൂഹത്തിനും ഒരാൾ തെറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു സമൂഹത്തിനെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളത് അതൊക്കെ എന്ത് തരം ധാർമ്മികത? അപ്പൊ പറയും ഒരു സമൂഹത്തിലേക്ക് നന്മ ഇറക്കുന്നതും തിന്മ ഇറക്കുന്നതൊക്കെ അള്ളാഹുൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് ഒരു സമൂഹത്തിലേക്ക് ഇപ്പോൾ ഇസ്ലാമിക് ധാർമ്മികത വളരെ വളച്ച രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇസ്ലാമിക് ധാർമ്മികത പറയുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന നിലയ്ക്ക് അത് ഒരു മതത്തിൽ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ധാർമ്മികത ഉൾക്കൊള്ളുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തി മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്ലാം അവിടെ എന്താണ് നിയമമാക്കുന്നത്? അവനെ കൊല്ലണം എന്നുള്ളത്. അപ്പോൾ ഒരു ധാർമ്മികത പറയുന്ന മതം എന്തുകൊണ്ട് അവൻ്റെ സ്വന്തം അല്ലെങ്കിൽ സ്വന്തം ചോയ്സിനെ ഹനിക്കുന്നു? അല്ലെങ്കിൽ ഒരു മുസ്ലിമിൽ നിന്ന് മറ്റു മതം സ്വീകരിക്കുന്നതിന് വേണ്ടി എന്തിന് അവനെ വധിക്കണം എന്നുള്ളത് ഒരു ധാർമ്മികത പറയുന്ന മതത്തിന് അനുയോജ്യമായ രീതിയാണ്. ചോദ്യം എന്നുള്ളത് ഒരു മുർത്തദായാൽ എന്തുകൊണ്ട് അവനെ വധിക്കണം എന്നുള്ളത്. ധാർമ്മികത എത്രത്തോളം പറയുന്ന മതമാണല്ലോ ഇസ്ലാം, എന്തുകൊണ്ട് വധം എന്നുള്ള ഒരു ശിക്ഷ അവന് നടപ്പാക്കുന്നു? അതായത് നമ്മുടെ വിഷയം ഇവിടെ ഇസ്ലാമിലെ ശിക്ഷാവിധികളെ കുറിച്ചല്ല. ഞാൻ പറയട്ടെ, മുഴുവനാകട്ടെ. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവ് പറയുന്നതൊന്നും, അതായത് ഖുർആനിൽ നെസ്സായി വന്നൊരു കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു ചർച്ചകളോ നടത്തേണ്ട ഒരു കാര്യവുമില്ല. അതായത് ഖുർആനിൽ നെസ്സായി വന്നൊരു കാര്യം ധാർമ്മികെതിരാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമെന്നാണ് അത് അവിടുത്തെ ഇസ്ലാമിന്റെ ബേസിൽ ഒരു മനുഷ്യാവകാശം നിന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ ബേസ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റീവ് ആവുകയാണ്. ഈ ലോകത്ത് ഇസ്ലാം മാത്രമല്ല, കുറെ ജനങ്ങളുണ്ട്. ഇസ്ലാം, ഹിന്ദു, മറ്റ് ലക്ഷക്കണക്കിന് മതങ്ങളുണ്ട്. അപ്പൊ ഈ ലക്ഷക്കണക്കിന് മതങ്ങളുടെ ഇടയ്ക്ക് ഒരാളാണ് എന്ത് ഇസ്ലാം എന്നുള്ളത്. ഈ ഇസ്ലാമിനെയാണ് നിങ്ങൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവിടെ തന്നെ സബ്ജക്റ്റിവിറ്റി നിങ്ങൾ പറഞ്ഞ വിഷയത്തെ കുറിച്ചൊന്ന് പറയാൻ. അതായത് ആ സമയത്ത് ഇസ്ലാമിനെതിരെ വഞ്ചനകളും അതുപോലെ ഇസ്ലാമിനെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത്. അതിനുശേഷം ചെയ്തിട്ടുണ്ട്, ആ ഒരു ചെയ്തിട്ടുണ്ട്. കഴിവുള്ള അല്ലാഹു തആലയ്ക്ക് ആൾക്കാരെ കൊല്ലുന്ന വഴിയിലൂടെയാണ് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് പറയാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഇന്ത്യയില് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഇന്ത്യയും അല്ലാഹും വേറെയാണ്. അല്ല, ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ ആദ്യം പറയണത് കേക്ക്. അതായത് ഒരു നാട്ടില് ക്രൂരമായിട്ട് തെറ്റ് ചെയ്താൽ അതായത് ഇപ്പോ വധശിക്ഷക്ക് വിധിക്കുന്ന നിരവധി അവസ്ഥകളുണ്ട്. അതായത് ഇസ്ലാം യുദ്ധത്തിന്റെ കാര്യം എടുത്ത് നോക്കാന്നുണ്ടെങ്കിലും അതായത് ഈ യുദ്ധത്തിന്റെ കാര്യം എടുത്ത് നോക്കാന്നുണ്ടെങ്കിലും ഇപ്പോ ഒരു രാജ്യം ഞങ്ങൾ യുദ്ധമൊന്നും ചെയ്യണില്ല, ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ആ രാജ്യം അവിടെ ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് വരുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് തുടർന്നിട്ടുള്ള ചെറിയ നടപടികൾ ഉണ്ടാവും. അത് ധാർമ്മികതക്ക് അവിടെ അതായിരിക്കും ധാർമ്മികതയായിട്ട് വരിക. അതായത് ഇസ്ലാമിന്റെ അസ്തിത്വത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ ധാർമ്മികതയായിട്ട് വരിക. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പറയാം. അതായത് ഇത്രയും കഴിവുള്ള അല്ലാഹു തആലയ്ക്ക് എന്തുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ള
എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു താലയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നു? അള്ളാഹു തെരഞ്ഞെടുത്ത മാർഗം അതാണ്. അതാണ് അള്ളാഹുവിന്റെ സബ്ജക്റ്റീവ് വില്ല് നിങ്ങളുടെ ഹ്യൂമൻസിന്റെ സബ്ജക്റ്റീവായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പറയുന്നു അള്ളാഹു താലാണ് വലിയവൻ. യുദ്ധത്തിന് ഇപ്പോ എന്താണ് നമുക്കിപ്പോഴും അടക്കം അറിയാം. എന്താ ഇസ്രായേൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പിടിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരിക്കലും ഇപ്പോൾ ഒരു അടിമത്തത്തിന്റെ കേസ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇസ്ലാം ഒരിക്കലും അടിമത്തത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്വതന്ത്രമായ വ്യക്തിയെ പെട്ടെന്ന് എടുത്ത് അടിമാക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത്? അതായത് യുദ്ധത്തിനുണ്ടാവുക, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ അടിമയാക്കുന്നു. അവിടെയും ഇസ്ലാം വളരെ ധാർമ്മികത പുലർത്തുന്നു. കാരണം എന്താണ്? അവരെ ക്രൂരമായിട്ട് ശിക്ഷിക്കരുത്, അവർക്ക് നമ്മൾ ഭക്ഷിക്കുന്ന അതേ ഭക്ഷണം നൽകണം എന്നുള്ള രീതിയിലടക്കം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്ന ധാർമ്മികതക്ക് അനുസരിച്ച് ഒരു ധാർമ്മികത നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ നിങ്ങളുടെ മാനദണ്ഡം ഇപ്പോഴും ഒരിക്കലും ഒരു കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതായത് യുക്തിയാണോ, പൊതുബോധമാണോ, അതോ ശാസ്ത്രമാണോ, ഏത് രീതിയിലാണ് നിങ്ങളുടെ മാനദണ്ഡം പറഞ്ഞു? ആ യൂട്ടിലിറ്റേറിയനിസം പോലത്തെ ഓരോ ഇസങ്ങള് അതിന്റെ മാനദണ്ഡം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ഇസത്തെ മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുക. അതായത് ആരാണ് ഈസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ, ഓരോ സമൂഹങ്ങൾ ഉണ്ടാക്കുന്ന ഈസങ്ങള് അവര് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത ശൈലി നോക്കിയാണ്. ഇതേ ഈസങ്ങളോട് എതിരായിട്ട് വേറൊരാൾ കുറച്ച് ഈസങ്ങൾ കൊണ്ടുവന്നാലോ നല്ലത് ചീത്തത് എന്നെങ്ങനെ നിങ്ങൾ തിരിച്ചു? നിങ്ങൾ മസ്ലഹ മുർസല ഒരു മസ്ലഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നത് അതെന്തുകൊണ്ടാ? അത് തന്നെ ആ മാനദണ്ഡമാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ആ ബേസിന് മനുഷ്യന്മാര് തീരുമാനിച്ചേ. ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞ ഇസ്ലാം എന്നുള്ളൊരു സബ്ജക്റ്റ്, അതായത് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ പറഞ്ഞ വിഷയത്തിന് പിന്നെ മുമ്പൊക്കെ വളരെ അതായത് അത് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ? ഇപ്പൊ നിങ്ങളിവിടെ യൂട്ടിലിറ്റേറിയൻ പോലെ ഒരുപാട് ഇസങ്ങൾ പറഞ്ഞു. ഇതേ ഇസങ്ങളോട് കിടപിടിക്കാൻ തരത്തിൽ വേറൊരു വ്യക്തി മറ്റൊരു ഇസങ്ങളോട് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കും? എങ്ങനെ, എന്ത് തരത്തിൽ, അത് എന്ത് മാനദണ്ഡത്തിലാണ്? മൊറാലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കണം. മൊറാലിറ്റി എന്താ? നല്ല ഏതാ, മോശം ഏതാ, മനുഷ്യന്റെ സഹജമായ കഴിവ്. നിങ്ങളിൽ കുറെ തിയറികൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ശാസ്ത്രീയപരമായിട്ടും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സയൻസിന്റെ ബ്യൂട്ടി. സയൻസിന്റെ ബ്യൂട്ടി എന്നുള്ളത് അതാണ്. അത് ബ്യൂട്ടി അല്ല എന്ന് പറ. ഈ നിങ്ങൾ പറഞ്ഞ സ്ലേവറി വലിയ പ്രശ്നമാണ്, അതായത് അടിമത്തം വലിയ പ്രശ്നമാണ്. ഖുർആൻ ഒരു ആയത്ത് കാണിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല സ്ലേവറി പ്രശ്നമാണ്. അപ്പൊ ധാർമ്മികതയ്ക്കെതിരല്ല. അതായത് ഞാൻ പറയട്ടെ, അടിമത്തം ധാർമ്മികത. അടിമത്തെ കുറിച്ച് പറഞ്ഞുതരാം. അടിമത്തം വിഷയം വരുമ്പോ അടിമത്തം ഇസ്ലാമിൽ മാത്രം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിൽ മാത്രം എന്തുകൊണ്ട് ഖുർആനിൽ അതിനെ നഫി ചെയ്തില്ല? ഞാൻ പറയട്ടെ, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒഴിവാക്കിയില്ല. ഒരു വ്യക്തി അടിമാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് യുദ്ധത്തിൽ എന്താണ് നമ്മൾ വിജയിക്കുമ്പോ ആ രാജ്യത്തിലെ ആൾക്കാരെ നമ്മൾ പിടിച്ചെടുക്കുകയാണ്, അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരിക്കലും സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയെ അടിമയാക്കുന്നത് ഇസ്ലാമില്. ഒരു അടിമ എപ്പോഴാണ് വേണ്ടത്? ഒരാൾക്ക് ഒരു അടിമ വേണമെങ്കിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ബെഡിൽ കിടക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇത് ഇസ്ലാം ഷെയ്പ്പ് ചെയ്യണം. അടിമേനെ മൗല എന്ന് പറഞ്ഞ് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കലാണ്. വരുന്ന ഒരാള് നമ്മൾക്കെതിരെ ശക്തമായിട്ട് വരുന്ന ഒരാള് കിടക്കിട്ട് കൊടുക്കാണ്ട്, അതോ അവർക്ക് അതിനുള്ള ഒരു പണിഷ്മെന്റ് വേണം അവിടെ. അതായത് അവിടെ അതാണ് ധാർമ്മികത, ആ പണിഷ്മെന്റ് കൊടുക്കുന്നതാണ്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ സാഹചര്യത്തിന് ധാർമ്മികത മാറിയോ? ഈ ധാർമ്മികത ഞങ്ങൾ ഉദ്ദേശിച്ചത് അതായത് ഇസ്ലാമിലെ പോലെ മറ്റൊരു സമൂഹമോ മറ്റൊരു മതമോ അടിമ സമ്പ്രദായം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഖുർആനിൽ പറയാത്ത വചനം ബൈബിളിലുണ്ട്. ഖുർആനിൽ പറയാത്ത വചനം ബൈബിളിലുണ്ട്. എനിക്ക് ഖുർആനിൽ വചനം കാണിച്ചു തരാൻ പറ്റുമോ? ബൈബിളിൽ ഞാൻ പറയാം. ഇസ്ലാമിലെ ഒരു സ്റ്റെപ്പ്, അതായത് ആ കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് അടിമ സമ്പ്രദായം നിർത്തലാക്കാൻ പറ്റില്ല എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം, അതായത് ഇത്ര കാലം തുടർന്ന് വരുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇസ്ലാമില്? സ്ലേവറി എന്നുള്ള ചർച്ച തൽക്കാലം ഒഴിവാക്കാം. അതിലിങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചർച്ച പിന്നെ ധാർമ്മികതയും മതവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരു പ്രസക്തമായ ചോദ്യം ചോദിച്ചു,
പിന്നെ ധാർമ്മികത മതമല്ലെങ്കിൽ ആരാണ് ധാർമ്മികത തീരുമാനിക്കുന്നത്? അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി പിന്നെ ജെറമി ബന്താമിൻ്റെ യൂട്ടിലിറ്റേറിയനിസം, ജെ.എസ്. മില്ലിൻ്റെ തിയറികൾ, അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഇതിന് എതിരായിട്ട് മറ്റൊരാൾ ഒരു തിയറി കൊണ്ടുവന്നാൽ ഏത് നിങ്ങൾ സ്വീകരിക്കും? അത് സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചു. അതിനെന്താണ് മറുപടി? അതായത് ആദ്യമേ പറഞ്ഞു അതായത് ഏതാണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു, സാഹചര്യത്തിനനുസരിച്ച് മാറാന്നുള്ളത്. അത് തന്നെയാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തെ അപ്പോൾ ഒരു സിസ്റ്റം കൊണ്ടുവന്നു, അപ്പോൾ ആ കാലത്തിന് 2 സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ കാലത്തിനോട് ഒരു സിസ്റ്റം നന്നായി യോജിക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എടുക്കുന്നു, റിനീവൽ വരുത്തുന്നു. നിങ്ങൾ പറഞ്ഞ ഈ തജ്ദീദില്ലേ, ഇസ്ലാമിലുള്ള തജ്ദീദാണ് ഇവിടെയും വരുത്തുന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾ വിഷയത്തിൽ വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നിട്ടില്ല. അതായത് ഇസ്ലാമിൽ റെഡിക്ക് ധാർമ്മികത പഠിപ്പിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഹദീസുകളിലും ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഹദീസിൽ പറയുന്നുണ്ട്, ആരാണ് യഥാർത്ഥ മുസ്ലിം വഹിക്കുമ്പോൾ അൽ മുസ്ലിം മൻസലിമൻ നാസുമിൻ ലിസാനിഹി വയദിഹി എന്ന് പറയുന്നുണ്ട്. അതായത് കയ്യിൽ നിന്ന്, അതായത് കൈകൊണ്ടുള്ള അക്രമത്തിൽ നിന്ന് മാത്രമല്ല, നാവ് കൊണ്ട് പോലും മറ്റൊരാളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാം അല്ലാതെ അത്തരത്തിലുള്ളൊരു മതം മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ രക്ഷിതാക്കളെ മറ്റ് വീട്ടിൽ നിന്ന് പുറത്താക്കി അതിനോടൊക്കെ എതിർക്കുന്നവരാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ മാതാപിതാക്കളോട് ഉഫിൻ എന്ന് പോലും ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞ ഇസ്ലാം അല്ലാതെ ഒരു മതമോ ഒരു സമൂഹമോ ഒരു വ്യക്തിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അതായത് ധാർമ്മികത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ പോയിന്റിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ. അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ കേവലം ഒരു രാജ്യമോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളോ കുറച്ച് ധാർമ്മികത പുലർത്തുന്നുണ്ട് എന്ന് കരുതി അതൊരിക്കലും പൂർണ്ണമാവില്ല, അതൊരിക്കലും യുക്തിയല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. ഇതിന് മറുപടി നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പോൾ റിയാലിറ്റിയിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കുറേ ഇസ്ലാമിൻ്റെ തിയറികൾ അല്ലെങ്കിൽ ഖുറാൻ ബേസ്ഡ് പറഞ്ഞു. ഇനി റിയാലിറ്റി എന്താണ് നമുക്ക് നോക്കേണ്ടത് അനിവാര്യമാണല്ലോ. കുറേ ഖുറാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കാര്യമില്ല. റിയാലിറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ നോറിസ് ഇംഗ്ലണ്ട് എന്ന 2 വ്യക്തികൾ കൂടിയിട്ട് ഒരു പഠനം നടത്തുന്നുണ്ട്. അതായത് മതേതര സമൂഹവും മതസമൂഹം ഉയർത്തുവരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതേപോലെ തന്നെ സ്ത്രീ സമത്വം, പരിസ്ഥിതി ഉത്തരവാദിത്വം തുടങ്ങിയ മൂല്യങ്ങൾ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മതരഹിതവാദികൾ അല്ലെങ്കിൽ മതമില്ലാത്തവരിലാണ് എന്നുള്ളത് 2011 നടത്തിയ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഖുറാൻ ഇങ്ങനെ വാദിച്ചു എന്നുള്ളത് കൊണ്ട് ധാർമ്മികത ഉണ്ടാവണമെന്നില്ല, അത് നടപ്പിലാക്കുന്ന രീതിയും അനിവാര്യമാണ്. ഒരു മതവിശ്വാസി ഇതിനെതിരെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ധാർമ്മികതയാണ് ഈ സമൂഹത്തിന് കൊണ്ടുവരുന്നത്? പിന്നെ ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയിൽ കറപ്ഷൻ ഉണ്ട്, ട്രൈബലിസം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇസ്ലാമിൽ, അതായത് ആ രാജ്യത്ത് ജീവിക്കുന്നവരിൽ പ്രത്യേകിച്ച് ഇസ്ലാം സ്വീകരിക്കാത്തവർക്ക് പ്രത്യേക ടാക്സ് ഏർപ്പെടുന്നു. അവരുടെ ട്രൈബലിസം, വയലൻസ് ഉള്ളത് ഇസ്ലാം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിൻ്റെ വില്ലാന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു. അത് ജസ്റ്റിഫിക്കേഷൻ അല്ല. അതായത് ഒരു അടിമ ഉടമ എന്ന് പറയുന്ന സമ്പ്രദായം, അതായത് സൃഷ്ടാവ് സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം വേണ്ടിയിട്ടല്ല. അത് ജസ്റ്റിഫൈ ചെയ്യാണ് ഇത് അല്ല, അത് ജസ്റ്റിഫിക്കേഷൻ അല്ല. അത് അതിന്റെ ഇസ്ലാമിന്റെ ബേസ് എന്താണ്? മുഅ്മിനാണ്, വിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. അതായത് വിശ്വാസ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിർബന്ധമായും ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിശ്വാസി അള്ളാഹുവിന്റെ കൽപ്പനകൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ ഇസ്ലാം മാത്രം നിങ്ങൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതായത് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റഡീസ് പറഞ്ഞല്ലോ, അതേമാതിരി കുറേ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് 2022 വേൾഡ് വാല്യൂ സർവേ പറയുന്നത് മതബോധമുള്ള രാജ്യങ്ങളിൽ ട്രസ്റ്റ് വാല്യൂ കൂടുതലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിൽ ട്രസ്റ്റ് വാല്യൂ ഇല്ല എന്നുള്ളതല്ല, അതൊരു സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. മതബോധമുള്ള രാജ്യങ്ങളിൽ ട്രസ്റ്റ്, ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ കുറ്റകൃത്യ കണക്ക് വായിച്ചതുപോലെ മതബോധമുള്ള രാജ്യങ്ങളിൽ ട്രസ്റ്റ് വാല്യൂ കൂടുതലാണ്. അതുപോലെ 2021 യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗ്ഹാം അവിടെ നടന്നൊരു സ്റ്റഡി പറയുന്നത് മതബോധമുള്ള സമൂഹങ്ങളിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുറ്റകൃത്യങ്ങൾ, ക്രൈംസ് കുറവാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ച് നോക്കി. മറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈം റേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രസ്റ്റ് റേറ്റ് കൂടുന്നത്? അത് ഇസ്ലാമിൻ്റെ കൃത്യമായ നീതിബോധമാണ്, ധാർമ്മികതയാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെങ്ങനെ ഒപ്പോസ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റഡി നോക്കാം. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ 2024 ഇറക്കിയ പുതിയ സ്റ്റഡി നമുക്ക് നിങ്ങൾ വാദിക്കുന്ന രീതിയിലാണെങ്കിൽ അതും കൂടി നോക്കേണ്ട അനിവാര്യമാണ്. കറപ്ഷൻ ഇൻഡെക്സ് IPC എന്ന ഒരു
സ്റ്റഡി പുറത്തിറക്കിയത് പ്രകാരം പല ഇസ്ലാമിക് രാജ്യങ്ങളും അഴിമതി, മനുഷ്യാവകാശ ലംഘനം, ലിംഗവിവേചനം കൂടുതൽ ഉയർന്ന രീതിയിൽ കാണപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു സ്റ്റഡിയും കൂടിയാണ്. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരു ഇസ്ലാമിക് ധാർമ്മികത ഉള്ള രാജ്യത്തു നിന്നുള്ള ഒരു സ്റ്റഡിയാണ്. അതായത് ഞാൻ പറയുന്നു, പല രാജ്യങ്ങൾ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പല സ്ഥലത്തും പല രാജ്യം, അത് ഇസ്ലാമിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് പൂർണ്ണമായും അതിനോട് തുലനം ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇവിടെ വാദിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിലെ പോലെ ഓരോ കാര്യവും, അതായത് വ്യക്തിയിൽ തുടങ്ങി സമൂഹത്തിൽ നിന്ന് ആഗോളപരമായി ഓരോ കാര്യവും നിഷ്കർഷിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സമൂഹമോ നിങ്ങൾക്ക് ധാർമ്മികത സമ്മതിച്ചു. ഇസ്ലാം കുറേ ധാർമ്മികത കൽപ്പിക്കുന്നുണ്ട്. ഇതൊരു നമ്മൾ ഡിലമ്മയിലും ഫാലസിലും നമ്മൾ കെട്ടിപ്പിണഞ്ഞു പോയിരിക്കുകയാണ്. അതായത് ഇപ്പം അള്ളാഹു താല പറഞ്ഞു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അത് ആൾക്കാരോട് നീ എടുത്ത് ഇത്തഖുള്ള അള്ളാഹിനെ ഇതാക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് പോലും ആൾക്കാരെ ഒന്നും ചെയ്യരുത്, മാതാപിതാക്കളുടെ ഉഫിന്ന് പറയരുത്. ഓക്കെ, ഈ പറഞ്ഞത് ആ കാര്യം അള്ളാഹ് പറഞ്ഞുകൊണ്ടാണോ നന്നായത്, അതോ അള്ളാഹു താല അത് നല്ലതായോണ്ടാണ് പറഞ്ഞത്? ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു, ആ സാധനം അള്ളാഹു താല പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങളെ സൈഡിൽ നിന്ന് ആരാ പറയാ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയണമെന്നുണ്ടോ? അങ്ങനെ പറയണം. ഓരോ മനുഷ്യന്മാരും എല്ലാത്തിനും എല്ലാ കാലത്തിനും ചിന്തിക്കാൻ പറ്റിയ എല്ലാ കാര്യത്തിലും ഉന്നതരൊന്നല്ല. അപ്പോ ഓരോ കാര്യം എടുത്തു നോക്കുമ്പോ മാതാപിതാക്കളുടെ എതിര് പറയരുതെന്ന് പറഞ്ഞു തരണമെന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വാദിക്കാം എന്ത് മാതാപിതാക്കളെ പുറത്താക്കുന്നത് കുറ്റമാണ് എന്ന് നിങ്ങളൊക്കെ വാദിക്കും. പക്ഷേ നമ്മൾ കൺക്ലൂഷനുള്ള സമയമാണ്. പിന്നെ ഓരോരുത്തർക്ക് 2 മിനിറ്റ് ടൈമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉൾപ്പെടുത്താം. ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞ പോയിന്റുകളെ, വാദങ്ങളെ കൺക്ലൂഡ് ചെയ്യുക, അതിനൊന്നും കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ച ഇതുവരെ എത്തി നിന്നതിലും ഞങ്ങൾ പറഞ്ഞതിൽ നിന്നൊരു കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല എന്നത് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒന്നാം പടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ മാനദണ്ഡം ഖുർആനാണ്, അതുപോലെ ഒരു മാനദണ്ഡം കൊണ്ടുവരാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ നിരവധി സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനപ്പുറത്തുള്ള സ്റ്റഡീസ് ഇവിടുന്ന് അവതരിപ്പിച്ചു. പക്ഷെ നിങ്ങൾക്ക് ധാർമ്മികതയുടെ ബേസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അതായത് ഞങ്ങളിവിടെ പറഞ്ഞു വെച്ചത് ഇസ്ലാമിന് ഖുർആൻ എന്നുള്ളൊരു മതഗ്രന്ഥം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിരവധി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ധാർമ്മികത പുലർത്തുന്നത് പോലെ നിങ്ങൾക്കൊരു വാദം കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സഹസംവാദകർ അതായത് ഇവിടെ പറഞ്ഞതുപോലെ ധാർമ്മികത എന്നത് മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചയിൽ ഇപ്പോൾ നമ്മൾ കൺക്ലൂഷനാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാം മതം മറ്റൊരു മതത്തെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഇസ്ലാം മതം ധാർമ്മികത മാത്രമാണ് കൽപ്പിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു, വ്യക്തിയിൽ തുടങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി ആഗോളതലത്തിൽ വരെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അത് ഖുർആനാവട്ടെ, ഹദീസ് നോക്കട്ടെ, ഇസ്ലാമിക ചരിത്രങ്ങൾ, നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഖുർആൻ എന്താണ് പറയുന്നത്? കൃത്യമായ ഓരോ വിഷയത്തിലുമുള്ള നിലപാട് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ക്ഷമയും പ്രതികാരമില്ലായ്മയുടെയൊക്കെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ. അപ്പോൾ ഈ ബേസിലൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, അതുപോലെ പറഞ്ഞ ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യം എന്താണ്? ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅ്ജമിയ്യിൻ. ഇത്തരത്തിലൊരു സുന്ദരമായ നീതിബോധവും അതുപോലെ സത്യസന്ധതയും ഒക്കെ കൽപ്പിക്കാൻ ഇസ്ലാമിനല്ലാതെ മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു സമൂഹത്തിനോ സാധ്യമല്ല. അതിവിടെ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്റ്റഡീസും നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ബേസിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, ഖുർആനും എടുത്ത് നോക്കുമ്പോൾ, ഖുർആനിലൂടെ കൽപ്പിക്കുന്ന ഓരോ കാര്യവും ധാർമ്മികതയാണ്. അത് ഇസ്ലാം കേവലം ഒരു മതം മാത്രമല്ല, അത് ധാർമ്മികത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതം കൂടിയാണ്. അപ്പോൾ ഈ ബേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്നും ചിന്തിക്കുമ്പോൾ, ഇസ്ലാമില്ലാതെ ധാർമ്മികതയ്ക്കൊരു പൂർണ്ണതയില്ല. വീണ്ടും പറയുന്നു, ഇസ്ലാമില്ലാതെ ധാർമ്മികതയ്ക്കൊരു പൂർണ്ണതയില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതേ തന്നെ ധാർമ്മികതയുടെ മാനദണ്ഡത്തെക്കുറിച്ച് തന്നെ പറയാണ്. ധാർമ്മികതയുടെ മാനദണ്ഡം വിശദീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പിഴവ് കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ തന്നെ ഒരാളുടെ ധാർമ്മികത മറ്റൊരാളുടെ ധാർമ്മികത ആവണമെന്നില്ല.
അപ്പോൾ ഇസ്ലാമിൽ പറയുന്ന അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ഒരു സന്തോഷമുള്ള കാര്യം, ഒരു ചെയ്യുന്ന നന്മയുള്ള കാര്യം മറ്റൊരാളുടെ തിന്മയാണ് ചിലപ്പോൾ ആവാം. അപ്പോൾ ഇസ്ലാമിൽ പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഇരു ലോകത്തും ആ വ്യക്തിക്ക് നന്മ ഉണ്ടാവുന്ന കാര്യം, ആ കാര്യത്തിനാണ് ധാർമ്മികത എന്ന് ഇസ്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു പഠനത്തെക്കുറിച്ച് പറയുകയാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിന് ശേഷം 1993 യൂറോപ്യൻ കൗൺസിൽ പാർലമെൻറ്റ് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തരുമ്പോൾ അങ്ങനെ ചർച്ചകൾ പോയിട്ട് അങ്ങനെ 2005 കഴിഞ്ഞ് യൂറോപ്യൻ കൗൺസിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് മതപഠനം ജനങ്ങളിൽ ലഭ്യമാക്കണം. ആ കാര്യങ്ങളൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്താനും കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന രീതിയിൽ. അസ്സലാമു അലൈക്കും. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ വാദിച്ചിരുന്നത്, ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു, ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാമല്ല ഏതൊരു മതവും ധാർമ്മികത വളരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ധാർമ്മികത ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന് കുറേ ബയോളജിക്കലായിട്ട് തെളിവ് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഈ പാർട്ട് ഇല്ലെങ്കിൽ, പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ പാർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് ധാർമ്മികത ഉണ്ടാവില്ല. ഒരു കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലെങ്കിൽ അവൻ പഠിക്കാത്ത പോലെ അവനൊരിക്കലും ഈ പാർട്ട് ഇല്ലെങ്കിൽ അവന് ധാർമ്മികതയ്ക്ക് സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ ധാർമ്മികത എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇന്നേറ്റ് കപ്പാസിറ്റിയാണ്. അത് വളർത്താൻ പുറത്തുനിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഇനി ഇസ്ലാം ഒരുപാട് ധാർമ്മികത മൂല്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എന്താണ്? സഹജമായ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പുഷ് ചെയ്യാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിൻ്റെ ധാർമ്മികത എന്നുള്ളത് അത് ആർട്ടിഫിഷ്യലാണ്. അത് നമ്മുടെ കണ്ടീഷൻ ചെയ്തിക്കുക. അതായത് ഇന്ന ചെയ്ത ഇന്നത് കിട്ടും, ഇന്ന ചെയ്തില്ല ഇന്നത് കിട്ടൂല. അത് ആഖിറത്തിൽ. പിന്നെ ദുന്യാവിൽ നല്ല നമ്മൾ വണ്ടി ഇടിച്ചാൽ അല്ലെങ്കിൽ ആളെ കൊന്നാൽ തല പോകും എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ആൾക്കാരെ പിടിച്ചിട്ടുള്ളതാണ് ഇസ്ലാം. മതം ഉണ്ടെങ്കിൽ ധാർമ്മികതയ്ക്ക് പ്രശ്നമുണ്ടാവും എന്ന് പറയുന്നില്ല. പക്ഷേ മതം ഉണ്ടെങ്കിൽ അത് മതത്തിലുള്ള ആൾക്കാരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ ട്രൈബലിസം പോലെ, അതായത് മതമില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഇസ്ലാം രാജ്യത്ത് വസിക്കുന്ന ഒരാൾ ആ മതം അല്ലെങ്കിൽ അവർ ടാക്സ് കൊടുക്കണം. എന്തിന് നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ടോ അങ്ങനെ പ്രത്യേക ടാക്സ്? ഇല്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു ട്രൈബലിസം ഇത് മതത്തിൻ്റെ പേരിൽ വരുന്നു? ഇതൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ പറഞ്ഞു സ്ലേവറി എന്താണ്? അധാർമികമായ പരിപാടിയാണ്. ബൈബിളിൽ വന്നൊരു കാര്യം എന്തുകൊണ്ട് ഖുർആനിലില്ല? ഖുർആനിൽ സ്ലേവറിനെ കുറിച്ച് ഒരു ഹർഫ് പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഒരു 2 4 അതിന് ഏത് ദൈവം എന്ന് പറഞ്ഞാലും 2 4 എന്നുള്ളത് അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ദർ ഈസ് നോ മാത്ത് ഗോഡ്. അതുപോലെ തന്നെ മൊറാലിറ്റി എന്താണ്? നമ്മുടെ ഇന്നേറ്റ് കപ്പാസിറ്റിയാണ് എന്ത് 2 4 എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെന്തായാലും ഒരു മാത്ത് കോഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ മനസ്സിലാക്കിയെടുത്തത് ലോജിക്ക് കൊണ്ടാണ്. അവിടെ ഒരു ലോജിക്ക് കോഡില്ല. ഓക്കെ. അതുപോലെ തന്നെ മൊറാലിറ്റി നമ്മുടെ ഇന്നേറ്റ് പ്രപ്പോസനാണ്. അതിന് പുറത്തുനിന്ന് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇസ്ലാം ഒരിക്കലും ധാർമ്മികതയ്ക്ക് എതിരല്ല. ഇസ്ലാം പോലെ ഒരുപാട് മതങ്ങൾ ധാർമ്മികതയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം നെസസറി അല്ല. ധാർമ്മികത ഈ ലോകത്ത് വളരാൻ ഇസ്ലാമോ ഒരു മതവും നെസസറി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അവസാനമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, മനുഷ്യന് ായിട്ടുള്ളൊരു കാര്യത്തെ മതത്തിന് വക്രീകരിക്കുന്ന രീതിയാണ് നമ്മളിവിടെ സംവാദത്തിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നത്. ബയോളജിക്കലി മനുഷ്യന് ഉള്ളൊരു കാര്യത്തെ എങ്ങനെ ഒരു മതത്തിന് കുത്തിച്ചേർക്കുക അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ രീതിയിലാക്കാന്നുള്ള ഒരു രീതി നമുക്ക് സംവാദത്തിൽ നിന്ന് കാണേണ്ടി വന്നു. നമ്മൾ കുറച്ച് സ്റ്റഡീസുകൾ സൂചിപ്പിച്ചതാണ്. ഒരു മതവിശ്വാസിയും ഇതര വിശ്വാസിയും തമ്മിലുള്ള ധാർമ്മിക മൂല്യവ്യത്യാസം യാതൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് മതമാണ് മനുഷ്യൻ്റെ ധാർമ്മികത നിശ്ചയിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കൽ ആയിട്ടൊരു എവിഡൻസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ സുക്കർമാൻ 2009 പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ ലേഖനത്തിൽ അദ്ദേഹം
ഇതേ കാര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മതവിശ്വാസിയും ഇതര വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് യാതൊന്നുമില്ല. ഒരു മതം അല്ലെങ്കിൽ മതമാണ് ധാർമ്മികത കൊണ്ടുവന്നതെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ ജയിക്കുന്നവർക്ക് ധാർമ്മികത കൂടേണ്ട അനിവാര്യമാണ്. പക്ഷേ ഈ ഒരു സ്റ്റഡി പറയുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒന്നുമില്ല. അതുപോലെ തന്നെ സംവാദത്തിന് ഇടയ്ക്ക് പറഞ്ഞു, ഖുർആൻ എന്ത് പറയുന്നു, അള്ളാഹ് എന്ത് പറയുന്നു, അതാണ് ഇസ്ലാമിൻ്റെ നിയമം, അത് ധാർമ്മികതയ്ക്ക് അനുയോജ്യമാകുമെന്ന രീതിയിൽ. പക്ഷേ അള്ളാഹ് ഒരു തിന്മ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ധാർമ്മികത ആവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹ് ഒരാളെ കൊല്ലാൻ പറയുകയാണെങ്കിൽ അത് ധാർമ്മികത ആകും എന്നുള്ള വാദമാണ് നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞു അള്ളാഹ് പറഞ്ഞതെല്ലാം ധാർമ്മികത ആണ്. അങ്ങനെ വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മകനെ കൊല്ലാൻ പറഞ്ഞത് ധാർമ്മികതയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇസ്ലാമികയിൽ ധാർമ്മിക പുരോഗതി ബന്ധമില്ല എന്ന വിഷയത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മാനുഷികമായിട്ടുള്ള ഉൾക്കാഴ്ചയിൽ നിന്നാണ് ഇവിടെ ധാർമ്മികത രൂപപ്പെടുന്നത്. ഇവിടെ സഹസംവാദകർ കുറച്ച് റിപ്പോർട്ടൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇസ്ലാമിക ഉള്ളവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ക്രൈം റിപ്പോർട്ടൊക്കെ വളരെ കുറവാണെന്നൊക്കെ. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ, അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശാസ്ത്രജ്ഞന്മാരായ ഒരുപാട് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്, നമുക്ക് കാണാൻ കഴിയും, മുൻപന്തിയിൽ നിൽക്കുന്നത് ഭൂരിപക്ഷം മതമില്ലാത്ത രാജ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഇവിടെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ആവിഷ്കരിച്ചു. ഈ മതഗ്രന്ഥങ്ങളുടെ ആവശ്യം, അപ്പോൾ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അന്നത്തെ സാംസ്കാരിക ചരിത്രപരമായിട്ടുണ്ടായതായിരിക്കും. അപ്പോൾ ഈ സാംസ്കാരികമായിട്ട് രൂപപ്പെടുമ്പോൾ അത് ആധുനിക കാലഘട്ടത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ അതിനനുസരിച്ചുള്ള ആധുനിക കാലത്തിനനുസരിച്ചുള്ള ധാർമ്മിക അനുസരിച്ചുള്ള സഞ്ചരിക്കാൻ നമ്മൾ പ്രാപ്തരാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു സംവാദമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചും എതിർത്തും ഈറും വാശിയൊക്കെ കാണിച്ച നല്ല രസമുള്ളൊരു സംവാദമായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല, ഇതിൻ്റെ കൂടുതൽ വിലയിരുത്തലും നടത്തുന്നില്ല. അപ്പോൾ എല്ലാ സംവാദകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.